സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കുറ്റ്യാടി, നാദാപുരം. കുറ്റ്യാടി നിയമസഭാ മണ്ഡലം 2026 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ: LDF സ്ഥാനാർത്ഥി KP കുഞ്ഞഹമ്മദ് കുട്ടി, UDF സ്ഥാനാർത്ഥി P അബ്ദുള്ള, NDA സ്ഥാനാർത്ഥി രാംദാസ് മണലേരി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDF വിജയിച്ച മണ്ഡലമാണ് കുറ്റ്യാടി. നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ കുറ്റ്യാടിയിലെ വോട്ടർമാർ ഓരോ മുന്നണിയെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ അവിടുത്തെ വോട്ടർമാർ LDFനാണ് 1ാം സ്ഥാനം കൊടുക്കുന്നത്. UDF ഈ ഘടകത്തിൽ 2ാം സ്ഥാനത്താണ്. യുവജന പിന്തുണയിൽ LDF 1ാം സ്ഥാനത്താണ്. NDA ആണ് യുവജന പിന്തുണയിൽ 2ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ വീണ്ടും LDF 1ാമതും UDF 2ാമതുമാണ്. നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. ഈ ഘടകങ്ങളെ എല്ലാം കൂട്ടിയിണക്കി സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്കായി കുറ്റ്യാടി വിജയത്തെ പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണ് കുറ്റ്യാടി ജയിക്കുവാൻ പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ സെമിയോട്ടിക്ക പറയുന്നത് UDF സ്ഥാനാർത്ഥിയായ P അബ്ദുള്ള ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനാണ് സാധ്യത. ഏകദേശം അദ്ദേഹത്തിന് 48% വോട്ട് വിഹിതം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. LDF സ്ഥാനാർത്ഥിക്ക് 45% വോട്ട് വിഹിതവും. NDA അവരുടെ വോട്ട് വിഹിതം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 7% അവർ എത്തുകയാണ്. ഇനി നമുക്ക് നാദാപുരം മണ്ഡലത്തിലേക്ക് കിടക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി P വസന്തം, UDF സ്ഥാനാർത്ഥി KM അഭിജിത്ത്, NDA സ്ഥാനാർത്ഥി BJPയിലെ CP ബിപിൻ ചന്ദ്രൻ. 2021 തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അന്ന് നാദാപുരത്ത് EK വിജയൻ LDF സ്ഥാനാർത്ഥി 47% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങൾ. ഈ ഓരോ ഘടകത്തിലും നാദാപുരത്തെ വോട്ടർമാർ ഓരോ മുന്നണികളെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് നാദാപുരത്തെ വോട്ടർമാർ 1ാം സ്ഥാനം കൊടുക്കുന്നത് LDFനാണ്. UDF ഇതിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. യുവജന പിന്തുണയിൽ NDA ആണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് LDF. വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ ഘടകങ്ങളിലെല്ലാം UDFനാണ് 1ാം സ്ഥാനം. തൊട്ടുപുറകെ LDF ഈ എല്ലാ ഘടകങ്ങളിലും ഉണ്ട്. ഈ എല്ലാ ഘടകങ്ങളെയും കൂട്ടിയിണക്കി സെമിയോട്ടിക്ക AI നാദാപുരത്ത് ആര് ജയിക്കും എന്നാണ് പ്രവചിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സെമിയോട്ടിക്ക AI ഇപ്രകാരം പ്രവചിക്കുന്നു: നാദാപുരം UDFന് നേരിയ ഭൂരിപക്ഷമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. UDFന് 46% വോട്ട് വിഹിതം ലഭിക്കുമെന്നാണ് സെമിയോട്ടിക്ക AI പറയുന്നത്. LDFന് 43%, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 11% വോട്ട് വിഹിതമാണ് ലഭിക്കുവാൻ സാധ്യത. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.